നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. കെയർ വർക്കർ വിസയിലെത്തുന്നവർക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് UK സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ഈ റൂട്ടിലൂടെയുള്ള ഡിപെൻഡന്റ് വിസകളുടെ വരവ് തുടരുന്നതായി വ്യക്തമാക്കി ഹോം ഓഫീസ് കണക്കുകൾ. 2024 മാർച്ച് 11 മുതൽ പുതിയതായി എത്തുന്ന കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും ആശ്രിതരെ UK കൊണ്ടുവരുന്നതിൽ വിലക്കുണ്ട്. 2024 മാർച്ച് 11 മുതൽ പുതിയതായി എത്തുന്ന കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും ആശ്രിതരെ UK കൊണ്ടുവരുന്നതിൽ വിലക്കുണ്ട് എങ്കിലും ഈ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ഈ റൂട്ടിലൂടെയുള്ള ഡിപെൻഡന്റ് വിസകളുടെ വരവ് തുടരുന്നതായി വ്യക്തമാക്കി ഹോം ഓഫീസ് കണക്കുകൾ പുറത്ത്. എന്നാൽ ഈ തീയതിക്ക് മുൻപ് തന്നെ UK കെയർ വിസയിൽ ജോലി ചെയ്തിരുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോഴും കുടുംബാംഗങ്ങളെ ഡിപെൻഡന്റുകളായി കൊണ്ടുവരാൻ നിയമപരമായ അനുമതി ഉള്ളതാണ് പുതിയ കണക്കുകൾക്ക് പിന്നിലെ പ്രധാന കാരണം. ഹോം ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2026 മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്ക് റൂട്ടിലെ ഡിപെൻഡന്റ് അപേക്ഷകൾ 41,200 കുറഞ്ഞിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇതിൽ 24% കുറവുണ്ടായതായും 2024 ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 2,33,200 അപേക്ഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 82% ഇടിവാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എങ്കിലും രാജ്യത്ത് കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടും ഡിപെൻഡന്റ് വിസ അപേക്ഷകൾ പൂർണ്ണമായി അവസാനിക്കാത്തത് UK രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രധാന വിസകളെ അപേക്ഷിച്ച് ഡിപെൻഡന്റ് വിസകളുടെ എണ്ണം ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഉയർന്ന അനുപാതത്തിൽ തുടരുന്നതും ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നു. ഉദാഹരണത്തിന് കാമറൂണിൽ നിന്നുള്ള 12 പ്രധാന വിസകൾക്ക് പിന്നാലെ 180 കുടുംബാംഗ വിസകൾ അനുവദിച്ചതായാണ് കണക്കുകൾ. ഇന്ത്യ, ഘാന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളിലും ഉയർന്ന ഡിപെൻഡന്റ് അനുപാതം രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. പുതിയ കെയർ വിസക്കാർക്ക് നിയന്ത്രണം ബാധകമാണെങ്കിലും പഴയ നിയമപ്രകാരം UK-യിലെത്തിയവർക്കുള്ള ട്രാൻസ്ലേഷണൽ ആനുകൂല്യങ്ങളായാണ് നിലവിലെ സാഹചര്യം തുടരാൻ ഇടയാക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടുതൽ ശമ്പളവും കുറഞ്ഞ ജോലി സമയവും ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാർ അടുത്ത 12 മാസത്തിനുള്ളിൽ സമര നടപടികളിലേക്ക് നീങ്ങാൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഡോക്ടർമാരിൽ 76% പേരും വ്യാവസായിക നടപടികളെ പിന്തുണച്ചു. നിലവിൽ സമര തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരും ഡോക്ടർമാരുടെ സംഘടനകളും തമ്മിൽ നടത്തുന്ന ചർച്ചകളിലൂടെ സമരം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ ശമ്പളവും കുറഞ്ഞ ജോലി സമയവും ആവശ്യപ്പെട്ട് അടുത്ത 12 മാസത്തിനുള്ളിൽ സമര നടപടികളിലേക്ക് നീങ്ങാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാരിൽ 76% പേരും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ സമരം നടന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രധാന ചികിത്സാ സേവനങ്ങളെയും രോഗി പരിചരണത്തെയും അത് ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. 2008-2009 കാലഘട്ടത്തിനു ശേഷം തങ്ങളുടെ ശമ്പളത്തിന്റെ യഥാർത്ഥ മൂല്യം ഏകദേശം 25% കുറഞ്ഞുവെന്നാണ് കൺസൾട്ടന്റ് ഡോക്ടർമാരുടെ പ്രധാന വാദം. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ആരോഗ്യ സെക്രട്ടറി ജെയിംസ് മറേ വ്യക്തമാക്കി. ശരാശരി 1,52,000 പൗണ്ടിലധികം വരുമാനം ലഭിക്കുന്ന കൺസൾട്ടന്റുമാർക്ക് കഴിഞ്ഞ 4 വർഷത്തിനിടെ അടിസ്ഥാന തുടക്ക ശമ്പളത്തിൽ 28.5% വർധനവ് സർക്കാർ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ സമര തീരുമാനം രോഗികൾക്കും NHS-നും വലിയ തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ബഹുവർഷ ശമ്പള കരാർ നടപ്പാക്കുക, രാത്രിയും അവധി ദിവസങ്ങളിലുമുള്ള ജോലിക്ക് ഉയർന്ന പ്രതിഫലം ഉറപ്പാക്കുക, ആഴ്ചയിലെ ജോലി സമയം 40 മണിക്കൂറിൽ നിന്ന് 37.5 മണിക്കൂറായി കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നത്. BMA-യിലെ ആകെ 35,067 കൺസൾട്ടന്റുമാരിൽ 18,069 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. നിയമപരമായി ആവശ്യമായ 50% വോട്ടിംഗ് എന്ന പരിധി നേരിയ വ്യത്യാസത്തിൽ മറികടന്ന് 51.5% പേർ വോട്ട് രേഖപ്പെടുത്തി. പൊതുജനാരോഗ്യ മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരും ഡോക്ടർമാരും എത്രയും വേഗം ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ആരോഗ്യരംഗത്തെ പ്രമുഖർ ആവശ്യപ്പെട്ടു. വേനൽക്കാല അവധി യാത്രകൾക്കിടെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകി UK വിമാനത്താവളങ്ങളിലെ E-ഗേറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി സർക്കാർ കുറച്ചു. ഇനി മുതൽ 8-9 വയസ്സുള്ള കുട്ടികൾക്കും UK മടങ്ങിയെത്തുമ്പോൾ ഈ ഗേറ്റുകൾ വഴി പരിശോധന പൂർത്തിയാക്കാം. മുൻപ് 10 വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. വേനൽക്കാല അവധിയാത്രകൾക്കിടെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകി UK വിമാനത്താവളത്തിലെ E-ഗേറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി സർക്കാർ കുറച്ചതോടെ ഇനി മുതൽ 8-9 വയസ്സുള്ള കുട്ടികൾക്കും UK മടങ്ങിയെത്തുമ്പോൾ ഈ ഗേറ്റുകൾ വഴി പരിശോധന പൂർത്തിയാക്കാമെന്ന് റിപ്പോർട്ട്. ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പാസ്പോർട്ടിലെ ചിത്രവുമായി യാത്രക്കാരന്റെ മുഖം ഒത്തുനോക്കുന്ന സംവിധാനമായതിനാൽ സാധാരണ പാസ്പോർട്ട് കൗണ്ടറുകളിലെ നീണ്ട ക്യൂ കുറയ്ക്കാൻ ഇത് സഹായിക്കും. പുതിയ നിയമപ്രകാരം ഈ ഗേറ്റ് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് കുറഞ്ഞത് 120 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു മുതിർന്ന വ്യക്തിയുടെ ഒപ്പമായിരിക്കണം കുട്ടികൾ യാത്ര ചെയ്യേണ്ടത്.
ഈ മാറ്റം വഴി ഏകദേശം 15 ലക്ഷത്തോളം അധിക കുട്ടികൾക്ക് ഇ ഗേറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താനാകുമെന്ന് UK സർക്കാർ കണക്കാക്കുന്നത്. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കാനും വിമാനത്താവളങ്ങളിലെ നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സാധാരണ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇന്ത്യയിൽ നിന്ന് UKയിലെത്തുന്ന യാത്രക്കാർക്ക് ഈ ഇ ഗേറ്റ് സൗകര്യം ബാധകമല്ല. നിലവിൽ ബ്രിട്ടീഷ് പൗരന്മാർക്കും യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, കാനഡ, US, ജപ്പാൻ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ നിർദ്ദിഷ്ട രാജ്യങ്ങളിലെ പൗരന്മാർക്കുമാണ് ഇ ഗേറ്റ് ഉപയോഗിക്കാൻ അനുമതി. UK വിസയോ ഇ വിസയോ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് യാത്രക്കാർ സാധാരണയായി ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ള പാസ്പോർട്ട് കൗണ്ടറുകൾ വഴിയാണ് പ്രവേശന പരിശോധന പൂർത്തിയാക്കേണ്ടത്. UKയിൽ ILR നിയമങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾക്കെതിരെ MP നീൽ ഡങ്കൻ ജോർദാൻ പാർലമെന്റിൽ പുതിയ പ്രമേയം സമർപ്പിച്ചു. കിങ്സ് സ്പീച്ചിനെ തുടർന്ന് മുൻ പ്രമേയം റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിലാണ് 57 MPമാരുടെ പിന്തുണയുണ്ടായിരുന്ന ഈ വിഷയം അദ്ദേഹം വീണ്ടും സഭയിലെത്തിച്ചത്. UKയിൽ കിങ്സ് സ്പീച്ചിനെ തുടർന്ന് മുൻ പ്രമേയം റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ ILR നിയമങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾക്കെതിരെ MP നീൽ ഡങ്കൻ ജോർദാൻ പാർലമെന്റിൽ പുതിയ പ്രമേയം സമർപ്പിച്ചു. 5 വർഷം കൊണ്ട് സ്ഥിരതാമസമെന്ന സർക്കാർ വാഗ്ദാനം വിശ്വസിച്ച് വന്ന് ഇവിടെ കുടുംബവും സാമൂഹിക ജീവിതവും കെട്ടിപ്പടുത്തവരെ പിന്നീട് നിയമം മാറ്റി വഞ്ചിക്കുന്നത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെയും വിശ്വാസ്യതയും തകർക്കും. കൃത്യമായ നികുതി അടച്ച് UKയുടെ പൊതുഫണ്ടുകളിൽ നിന്ന് യാതൊരു ആനുകൂല്യവും കൈപ്പറ്റാതെ ഇവിടെ ജീവിക്കുന്നവരെ പുറത്താക്കുന്നത് ജീവനക്കാരുടെ ക്ഷാമത്തിനും വിൻഡ്രഷ് മാതൃകയിലുള്ള വലിയൊരു ദുരന്തത്തിനും കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനാൽ നിലവിലുള്ള എല്ലാ സ്കിൽഡ് വർക്കർ വിസ ഉടമകൾക്കുമായി 5 വർഷത്തെ ILR പ്രക്രിയ മാറ്റമില്ലാതെ നിലനിർത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിനും നൈജൽ ഫറാജിനെ പോലുള്ളവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തടയിടാനായി കുടിയേറ്റക്കാരെ ബലിയാടാക്കുന്നത് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്നും MP കൂട്ടിച്ചേർത്തു. ആരോഗ്യം, എഞ്ചിനീയറിംഗ്, സോഷ്യൽ കെയർ തുടങ്ങിയ അവശ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്കിൽഡ് വർക്കർമാർ രാജ്യത്തിന് നൽകുന്നത് വിലയേറിയ സംഭാവനകളാണെന്ന് പ്രമേയം അടിവരയിടുന്നു. ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്ന് UAEയിലെ ഷാർജയിലേക്ക് എയർ അറേബ്യയുടെ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചു. 2026 ജൂലൈ 4 മുതലാണ് ഈ റൂട്ടിൽ സർവീസുകൾ ആരംഭിച്ചത്. UKയിൽ നിന്ന് ഷാർജയിലേക്കുള്ള ഏക നേരിട്ടുള്ള സർവീസായ ഇതിൽ ദിവസേന 2 വിമാനങ്ങളാണ് എയർ അറേബ്യ നടത്തുന്നത്. UKയിൽ താമസിക്കുന്ന മലയാളികൾക്ക് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമായ പുതിയ ഓപ്ഷനാണ് ഇതിലൂടെ ലഭിക്കുന്നത്. UKയിലെ മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ച് ലണ്ടൻ, കെന്റ്, സറേ, സസെക്സ്, ആംപ്ഷയർ തുടങ്ങിയ തെക്കൻ ഇംഗ്ലണ്ട് മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഗുണകരമായി ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്ന് UAEയിലെ ഷാർജയിലേക്ക് എയർ അറേബ്യയുടെ നേരിട്ടുള്ള വിമാന സർവീസ് ജൂലൈ 4 മുതൽ ആരംഭിച്ചു. ഹീത്രോ വിമാനത്താവളത്തെ മാത്രം ആശ്രയിക്കാതെ ഗാറ്റ്വിക് വഴി ഷാർജയിലേക്ക് നേരിട്ടെത്താനും അവിടെ നിന്ന് എയർ അറേബ്യയുടെ കണക്ഷൻ സർവീസുകൾ വഴി കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് യാത്ര തുടരാനും സാധിക്കും. സ്കൂൾ അവധി, ഓണം, ക്രിസ്മസ്, അടിയന്തര കുടുംബാവശ്യങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ അധിക യാത്രാ ഓപ്ഷൻ ലഭിക്കുന്നത് മലയാളികൾക്ക് ആശ്വാസമാകും. നാട്ടിലേക്കുള്ള യാത്രകൾക്ക് പുറമെ UAE വഴിയുള്ള ട്രാൻസിറ്റ് യാത്രകൾക്കും ഈ റൂട്ട് സഹായകരമാകും. ഷാർജ വഴി ദുബായിലേക്കും UAEയിലെ മറ്റ് നഗരങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതും യാത്രക്കാരെ ആകർഷിക്കുന്ന ഘടകമാണ്. കേരളത്തിന് പുറമെ ബാങ്കോക്ക്, ഫുക്കറ്റ്, കൊളംബോ, മാലി, കാഠ്മണ്ഡു തുടങ്ങിയ അന്താരാഷ്ട്ര നഗരങ്ങളിലേക്കും ഷാർജ വഴി കണക്ഷൻ ലഭ്യമാകും. കൂടുതൽ സർവീസുകൾ ലഭ്യമാകുന്നതോടെ ടിക്കറ്റ് നിരക്കിലും യാത്രാ സമയത്തിലും യാത്രക്കാർക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ബ്രിട്ടനിലെ പ്രധാന ബാങ്കുകൾക്ക് ബാധകമായ മൂലധന നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനുള്ള പദ്ധതിയുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മുന്നോട്ട് വന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം കൊണ്ടുവന്ന ചില സുരക്ഷാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. നാറ്റ്വെസ്റ്റ്, ലോയ്ഡ്സ്, നാഷൻ വൈഡ്, സാന്റാൻഡർ, UK തുടങ്ങിയ ആഭ്യന്തര ബാങ്കുകൾക്കാണ് ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണകരമാവുക. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം കൊണ്ടുവന്ന ചില സുരക്ഷാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടനിലെ പ്രധാന ബാങ്കുകൾക്ക് ബാധകമായ മൂലധന നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനുള്ള പദ്ധതിയുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മുന്നോട്ട് വന്നു. എന്നാൽ ഈ നീക്കത്തെക്കുറിച്ച് ബാങ്കിന്റെ ഫിനാൻഷ്യൽ പോളിസി കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് കടം വാങ്ങി നിക്ഷേപം നടത്തുന്ന ഫണ്ടുകൾക്കും നിക്ഷേപകർക്കും കൂടുതൽ വായ്പ ലഭിക്കാൻ ഇടയാക്കുമെന്നും പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധിയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരികളിലേക്കുള്ള കടബാധ്യതയുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇതിലൂടെ സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് ഭീഷണി ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതേസമയം AI അതിവേഗ വളർച്ച സൈബർ ആക്രമണങ്ങളുടെയും പ്രവർത്തന തകരാറുകളുടെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. AI സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ ബാങ്കിംഗ് മേഖലയെയും ധനവിപണികളെയും വ്യാപകമായി ബാധിക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് ബാങ്ക് അറിയിച്ചു. ഇംഗ്ലണ്ടിലും വെയിൽസിലും വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്റ്റുഡന്റ് ലോൺ വിവരങ്ങളും പ്രചരണങ്ങളും കടുത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നുവെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലെ ട്രഷറി സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. വായ്പയുടെ തിരിച്ചടവ് തുകയെ ഒരു മൊബൈൽ ഫോൺ ബില്ലിന്റെ മാസച്ചെലവിനോട് ഉപമിച്ചുള്ള പ്രചരണ സ്ലൈഡുകളും വായ്പാ നിബന്ധനകളിൽ ഭാവിയിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന കാര്യം വ്യക്തമാക്കാതിരുന്ന യൂട്യൂബ് വീഡിയോകളും
തെറ്റായ വിൽപ്പനാ രീതിക്ക് സമാനമാണ് എന്ന് എംപിമാരുടെ സമിതി വിലയിരുത്തി. തുടർച്ചയായി വന്ന സർക്കാരുകൾ യുവാക്കളുടെ മേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലും വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്റ്റുഡന്റ് ലോൺ വിവരങ്ങളും പ്രചരണങ്ങളും കടുത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നുവെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലെ ട്രഷറി സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. പ്ലാൻ ടു സ്റ്റുഡന്റ്സ് ലോൺ തിരിച്ചടവ് പരിധി 3 വർഷത്തേക്ക് 29,385 പൗണ്ടായി മരവിപ്പിക്കാൻ കഴിഞ്ഞ വർഷം ചാൻസലർ റേച്ചൽ റീവ്സ് തീരുമാനിച്ചതാണ് നിലവിലെ വിവാദങ്ങൾക്ക് കാരണം. 2012 സെപ്റ്റംബർ മുതൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും പഠനം ആരംഭിച്ച ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഈ പ്ലാനിന്റെ പരിധിയിലാണ് വരുന്നത്. നിശ്ചയിച്ചിട്ടുള്ള പരിധിക്ക് മുകളിൽ വരുമാനമുള്ള ബിരുദധാരികൾ തങ്ങളുടെ അധിക വരുമാനത്തിന്റെ 9% തിരിച്ചടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ നിലവിലെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിധി മരവിപ്പിച്ചത് ശമ്പള വർധന ഉണ്ടായാൽ പോലും യുവാക്കൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. വായ്പാ നിബന്ധനകളെ കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായ ധാരണ ഇല്ലായിരുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത 52,000-ലധികം വിദ്യാർത്ഥികളിൽ പകുതിയിലേറെ പേരും സമ്മതിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തിരിച്ചടവ് പരിധി മരവിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിൻവലിക്കാനും വായ്പ നൽകുമ്പോൾ വാഗ്ദാനം ചെയ്ത നിബന്ധനകൾ പാലിക്കാനും സർക്കാരിന് നൈതികമായ ബാധ്യതയുണ്ട് എന്ന് സമിതി ആവശ്യപ്പെട്ടു. അതേസമയം പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥി വായ്പാ സംവിധാനം കൂടുതൽ നീതിപൂർണമാക്കാനുള്ള നടപടികൾ പരിശോധിച്ചു വരികയാണെന്നും സർക്കാർ വക്താക്കൾ പ്രതികരിച്ചു. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ടെമ്പിളിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾ 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 11:30 മുതൽ നടക്കും. ചരിത്ര പ്രസിദ്ധമായ റോച്ചസ്റ്ററിലെ റിവർ മെഡ്വേയുടെ തീരത്താണ് ആചാരപരവും ആത്മീയവുമായ പ്രാധാന്യമുള്ള ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അഭിജിത്ത് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരമ്പരാഗത രീതിയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ബലിതർപ്പണത്തിനു ശേഷം ഭക്തജനങ്ങൾക്ക് തിലഹവനം, പിതൃപൂജ, സായുജ്യ പൂജ, സുഹൃത ഹോമം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള അവസരവും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വടക്കേ വെളിയിലം വിഷ്ണുരവി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തിലഹവനവും താഴൂർമന ഹരിനാരായണൻ തിരുമേനിയുടെ മേൽനോട്ടത്തിൽ സായുജ്യ പൂജയും സുഹൃത ഹോമവും നടക്കും. ചടങ്ങുകൾക്കു ശേഷം ഭക്തജനങ്ങൾക്ക് കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്താനും വഴിപാടുകൾ സമർപ്പിക്കാനും അവസരം ലഭിക്കും. UK-യിലെ മലയാളി കത്തോലിക്ക സമൂഹത്തിന് പ്രാർത്ഥനയുടെയും ആത്മീയ നവീകരണത്തിന്റെയും ധന്യമുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ പ്രഥമ ഇടവകയായ ലിവർപൂൾ സമാധാന രാജ്ഞിയുടെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ മഹോത്സവം ഭക്തി നിർഭരമായി സമാപിച്ചു. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ പ്രഥമ ഇടവകയായ ലിവർപൂൾ സമാധാന രാജ്ഞിയുടെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ മഹോത്സവം ഭക്തി നിർഭരമായി സമാപിച്ചു. ജൂൺ 28-ന് ഭക്തി നിർഭരമായ കൊടിയേറ്റത്തോടെ തുടങ്ങിയ ആഘോഷങ്ങളിൽ ഓരോ ദിവസവും ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെയും ഫോറങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരുന്നത്. കുട്ടികൾ, കുടുംബങ്ങൾ, രോഗികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി സമർപ്പിക്കപ്പെട്ട പ്രത്യേക നോവേന പ്രാർത്ഥനകൾ വിശ്വാസികൾക്ക് ആത്മീയ നവീകരണത്തിനുള്ള വലിയൊരു അവസരമായി മാറി. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വൈദികർ ഓരോ ദിവസത്തെയും തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഫാദർ ജിനോ അരീക്കട്ട്, റവറന്റ് ഫാദർ ആൻഡ്രൂസ് ചെതലൻ, റവറന്റ് ഫാദർ ഫ്രാൻസിസ് ജോർജ്, റവറന്റ് ഫാദർ സിജോ മാണിപ്പറമ്പിൽ, റവറന്റ് ഫാദർ സുനി പടിഞ്ഞാറേക്കര എന്നിവർ വചന സന്ദേശങ്ങൾ നൽകി. ജൂലൈ 3 ദുഃഖാന തിരുനാൾ ദിനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രഥമ വൈദികനായ റവറന്റ് ഫാദർ ടോണി കോച്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ റാസ കുർബാന വിശ്വാസികൾക്ക് സവിശേഷമായ ആത്മീയ അനുഭവമാണ് സമ്മാനിച്ചത്. ജൂലൈ 4 ശനിയാഴ്ച കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ വർഗീസ് താനാമാവുങ്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച തിരുനാൾ കുർബാനയ്ക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഫിനാൻസ് ഓഫീസർ റവറന്റ് ഫാദർ ജോ മുല്ലേച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം മുത്തുകുടകളുടെ അകമ്പടിയോടെ ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. തുടർന്ന് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. പ്രവാസികളായ നമ്മൾ ഓരോരുത്തർക്കും നാട്ടിലെ തിരുനാളിന്റെ ഓർമ്മ പുതുക്കുവാനായി പള്ളിമുറ്റത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ സിനോദ് തേക്കുങ്കരയുടെ മേൽനോട്ടത്തിൽ ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളും കുട്ടികളും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാവിരുന്ന് പ്രവാസ മണ്ണിൽ സീറോ മലബാർ പാരമ്പര്യ തനിമ വിളിച്ചോതുന്നതായിരുന്നു. ലണ്ടനിലെ മലയാളി സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന വിപുലമായ കുടുംബ സാമൂഹിക സംഗമമായ ലണ്ടൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് 2026 ജൂലൈ 12-ന് ഞായറാഴ്ച കെനിംഗ്ടൺ പാർക്ക് ലണ്ടൻ SE11 4BEയിൽ സംഘടിപ്പിക്കുന്നു. സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി UK-യുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടക്കുന്ന ഈ പരിപാടി UK-യിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മലയാളി കുടുംബങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കും. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ തനതായ രുചികൾ പരിചയപ്പെടുത്തുന്ന ഫുഡ് ഫെസ്റ്റിവൽ, 16 ടീമുകൾ പങ്കെടുക്കുന്ന 7x ഫുട്ബോൾ ടൂർണമെന്റ്, കുട്ടികൾക്കായുള്ള വിനോദ മേഖലകൾ, ആരോഗ്യക്ഷേമ ബോധവൽക്കരണ സ്റ്റാളുകൾ, കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരിക്കും. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് പരസ്പര സഹകരണവും സൗഹൃദവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു.
ലണ്ടനിലെ മലയാളി സമൂഹത്തിന് കുടുംബത്തോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ ചിലവഴിക്കാനും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും അവസരമൊരുക്കുന്ന വേദിയായിരിക്കും ലണ്ടൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് 2026. എല്ലാ കുടുംബങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു. 10 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രവേശന ടിക്കറ്റ് 3 പൗണ്ടാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റുകൾക്കും താഴെ കൊടുക്കുന്ന ലിങ്കിൽ ബന്ധപ്പെടാം. UK സ്പെഷ്യൽ ന്യൂസ് അവസാനിച്ചു. നന്ദി.